বীরভূমের এই রাঙা মাটি রাঙায় আমার দেহ মন, এই মাটিতে জন্মে ধন্য হে বাউল জীবন। বীরভূমের এই রাঙা মাটি। നൃത്തവും ഗീതവും വാദ്യവും ഒത്തുചേരുന്നതാണ് ലക്ഷണമൊത്ത സംഗീതം. ഈ ചേരുവകളെല്ലാം തന്നെ ബംഗാളിലെ ബാവുൽ ഗാനശാഖയിലുണ്ട്. ആരുമറിയാതെ ബംഗാളിന്റെ ഉള്ളറകളിൽ ജീവിക്കുന്ന അനുഗ്രഹീതരായ എത്രയോ ബാവുൽ ഗായകരുണ്ട്. কথা সাহিত্যিক তারা শঙ্কর এই গায়ের ছেলে যশে, এই গায়ের ছেলে. മിനി സ്ക്രീനിലും വേദികളിലും പ്രത്യക്ഷപ്പെടാതെ വേറിട്ട വഴികളിലൂടെയുള്ള രാഗസഞ്ചാരവുമായി ജീവിക്കുന്നവർ, പാട്ടിനു മാത്രമല്ല ജീവിതത്തിനും തങ്ങളുടേതായ സവിശേഷതകളുള്ളവർ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ നാം കേൾക്കുന്നുള്ളൂ. ഭക്തിപ്രധാനമായ ഏതാണ്ട് സൂഫി സംഗീതത്തെ അനുസ്മരിപ്പിക്കുന്ന സംഗീതധാരയാണിത്. ദൈവസ്മരണയിൽ ഭ്രാന്തനായി അലയുന്ന സൂഫിയുടെ ബംഗാളി പതിപ്പ്. ഭ്രാന്തന്റെ സംഗീതമെന്നാണ് ബാവുലിന്റെ ഭാഷാപരമായ അർത്ഥവും. ബംഗാളിൽ രൂപം കൊണ്ട ബാവുൽ സംഗീതം ഇന്ന് ഇന്ത്യയിലെങ്ങും എമ്പാടും ആരാധകരുള്ള സംഗീത ശാഖയാണ്. ശാസ്ത്രീയ സംഗീതം ബാവുൽ ഗായകർ അഭ്യസിക്കാറില്ലെങ്കിലും ആ മേഖലയെക്കുറിച്ച് മികച്ച ധാരണയാണ് ദാസിന്. আধার ঘুচিয়ে ওই ধরা হলো আল্লাহ, দধিল গাগরিতে যত গোপীবালা, পশরা সাজায় সবে মথুরা চলেছে, জাগরে জাগরে কানুভোর হয়েছে. ഹിന്ദുസ്ഥാനിയിലെ യമൻ രാഗവും ഭൂപാലി രാഗവും, അതായത് നമ്മുടെ കർണാടക സംഗീതത്തിൽ കല്യാണിയും മോഹനവും, ഈ രണ്ട് രാഗങ്ങളും കൂടെയും മിശ്രിതമായിട്ടുള്ള ഒരു ബാവുൽ സംഗീതമാണ് അദ്ദേഹത്തിന് പാടാൻ പോകുന്നത്. അപ്പോൾ യമൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി യമനായിരിക്കില്ല, ചില സ്വരങ്ങൾ കലർന്നു വരും. അതാണ് യമനും ഭൂവും ചേർന്നിട്ടുള്ള രാഗമാണ്. നമ്മുടെ സിസ്റ്റത്തിൽ കല്യാണിയും മോഹനവും. ബാവുലുകളുടെ ബാവുൽ എന്നറിയപ്പെടുന്ന 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ലാലൻ ഫക്കീർ എന്ന സൂഫി വര്യന്റെ രചനകളാണ് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ബാവുലുകൾ കൂടുതലും ആലപിക്കുന്നത്.
1000-ഓളം പാട്ടുകളാണ് ലാലൻ രചിച്ചത്. ദേശീയ കവികളായ രവീന്ദ്രനാഥ ടാഗോറിനെയും കാസി നസറുൽ ഇസ്ലാമിനെയും ഒക്കെ ലാലൻ ഫക്കീറിന്റെ രചനകൾ സ്വാധീനിച്ചിരുന്നു. ലാലനെ ടാഗോർ വീട്ടിൽ ക്ഷണിച്ചിരുത്തി പലപ്പോഴും പാടിച്ചിരുന്നു അത്രേ. পেয়েছ পেয়েছ মানব জন আর পাবে না বারে বারে আর আশা এমন বারে বারে আশা হবে না, আশা হবে না, হবে না বারে 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 ബംഗാളിൽ രൂപം കൊണ്ട ബാവുൽ സംഗീതം ഇന്ന് ഇന്ത്യയിലെങ്ങും എമ്പാടും ആരാധകരുള്ള സംഗീത ശാഖയാണ്. മറ്റ് സംഗീത ശാഖകളെ പോലെ കാലത്തിന് അനുസരിച്ച് വാണിജ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ബാവുൽ ഗായകരിൽ മഹാഭൂരിപക്ഷവും തയ്യാറല്ല. തനിമയാർന്ന ബാവുൽ സംഗീതം ഉപാസിക്കുന്ന എത്രയോ ഗായകർ ഇന്നും ബംഗാളിലുണ്ട്. আমার গুরুজি তা জানে রে মন ফকিরা. അക്കൂട്ടത്തിൽ സ്വരശുദ്ധി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഗായകനാണ് കാർത്തിക് ദാസ് ബാവുൽ. പാരീസിലും ലണ്ടനിലും ആസ്ട്രേലിയയിലുമൊക്കെ ഒരു കാലത്ത് ഇദ്ദേഹം കച്ചേരികൾ നടത്തിയിരുന്നു. ഇന്ന് യഥാർത്ഥ ബാവുൽ സംസ്കാരം അനുസരിച്ച് സ്വന്തം നാടായ ലാഭ്പൂരിലെ ഗ്രാമത്തിലേക്ക് കാർത്തിക് ദാസ് ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. സ്വയം വരിച്ച ഈ ഏകാന്തതയിൽ പക്ഷേ ദാസ് മുമ്പന്നത്തെക്കാളും സന്തോഷവാനാണ്. കൊൽക്കത്തയിലേക്ക് താമസം മാറിയാൽ ദാസിന് ബാവുൽ സംഗീതത്തിന്റെ മറ്റൊരു മാർക്കറ്റ് ആചാര്യനായി മാറാനാവും. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല. ഗ്രാമമാണ് ബാവുൽ സംഗീതജ്ഞന്റെ ശരിയായ ലോകമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. আমার গুরুজি তা জানে রে মন ফকিরা. ഗ്രാമവും കൃഷിയും ക്ഷേത്രവും വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാൻ ദാസ് തയ്യാറല്ല. আষাঢ় মাসে কামার মূল চাষার কামাই হয়
ബംഗാളിലെ ജീവിച്ചിരിക്കുന്ന ബാവുൽ ഗായകരിൽ എന്തുകൊണ്ടും ആദ്യത്തെ 2 പേരുകളിൽ ഒരാൾ കാർത്തികദാസ് ആണ്. ഇദ്ദേഹത്തിന്റെ ഗുരു അരുൾദാസ് ആണ് ആദ്യത്തെ ആൾ. താൻ ഈ ഗ്രാമം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് കാർത്തികദാസ് പറയുന്നത്. ബാവുലുകൾ അങ്ങനെയാണ്. അവർ പാട്ടുപാടി അലയാറുണ്ട് എന്നതൊഴിച്ചാൽ പണത്തിനു വേണ്ടി എവിടെയും പാടാൻ പോകാറില്ല. കൃഷിയാണ് കാർത്തികദാസിന്റെ ജീവിതമാർഗം. മത്സ്യകൃഷിയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ശുദ്ധ സംഗീതം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പാടാൻ പോകാൻ ഇപ്പോഴും ദാസ് തയ്യാറാണ്. അതിനായി സ്വന്തമായ ഒരു ട്രൂപ്പും അദ്ദേഹം നടത്തുന്നു. യക്താര എന്ന ഒറ്റക്കമ്പി വീണയും ഡുഗ്ഗിയുമാണ് ഇവരുടെ പ്രധാന ഉപകരണങ്ങൾ. കൈമണി, കാൽച്ചിലങ്ക, ഓടക്കുഴൽ മുതലായവയും ബാവുലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഗീതാ ഗോവിന്ദം എഴുതിയ ജയദേവ കവിയുടെ ബംഗാളി ഗ്രാമമായ കെന്തുളിയിലാണ് ബാവുൽ സംഗീതം ഉത്ഭവിച്ചത്. തലമുറകളായി ബംഗാളിന്റെ ഗ്രാമങ്ങളിലൂടെ പാട്ടുപാടി അലഞ്ഞ ഇവർ പുതിയ കാലത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് വേണ്ടി കലയെ മാറ്റി ചിട്ടപ്പെടുത്താൻ തയ്യാറല്ല. ഭാവ തീവ്രമായി പാടി അലയുന്ന ബാവുൽ ഗായകരുടെ മിക്ക ഗാനങ്ങളിലും യാത്രയും പ്രതീക്ഷയും പ്രണയവുമൊക്കെയാണ് വിഷയങ്ങൾ. সর্দার বলে ধরিয়াল বাবু বলে কাম কাম, সর্দার বলে ধরিয়াম, সাহেব বলে লিব পিঠের চাম, ও যদুরাম ফাঁকি দিয়ে পাঠাইলে আসাম, চল মিলি আসামে যাব. കൽക്കത്തയിൽ നിന്ന് 400 കിലോമീറ്ററോളം അകലെയുള്ള ലാഭ്പൂരിൽ കാർത്തികദാസിന്റെ ഗ്രാമത്തിൽ എല്ലാ വർഷവും 2 ദിവസം നീളുന്ന ബാവുൽ സംഗീതമേള നടക്കാറുണ്ട്. ഇതിൽ പാടാനായി ബംഗാളിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഗായകരെത്തുന്നു. ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഹോളി ആഘോഷം ഉത്തരേന്ത്യയിലെ പതിവ് ദിവസത്തേക്കാളും 2 ആഴ്ചയെങ്കിലും പിന്നിട്ടതിനു ശേഷമാണ്.